ഞാൻ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ അറിഞ്ഞു അതിൽ ചില വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടു എന്ന കാര്യത്തിലൊരു വിഷമം ഉണ്ടായി എന്ന് മനസ്സിലായി. ആ ചർച്ചയിൽ ആ സമയത്ത് ചില ആളുകൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ മറുഭാഗത്തിൻ്റെ പ്രചരണം അങ്ങനെയായിരുന്നില്ല. അതായത് ഈ മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ശ്രമിച്ചു. പക്ഷേ തിരിച്ചൊരു പ്രചരണം നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ പ്രചരണങ്ങൾ ഈ പ്രചരണങ്ങൾ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ നടത്തി പരാജയപ്പെട്ടതാണ്. ആ പ്രചരണങ്ങൾ തന്നെയാണ് വീണ്ടും കൊണ്ടുവരുന്നത്. പക്ഷെ ആ പ്രചരണം നേർക്കാഴ്ച, ആ പ്രചരണം ഇത്തവണയും വിലപ്പോകത്തില്ല. അതും വായിച്ചു നോക്കൂ. ഇത് 2019 മാവേലിക്കലെ വോട്ടർമാരുടെ മുന്നിൽ ഞാൻ സമർപ്പിച്ച നേർക്കാഴ്ച, വികസനത്തിന്റെ നേർക്കാഴ്ച. ഇതില് കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് വോട്ടർമാര് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. കൊടുത്ത പ്രോമിസ് പാലിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് സംസാരിക്കുന്ന നേർക്കാഴ്ച അതാണ്. ഈ നേർക്കാഴ്ച വായിച്ചാൽ മതി. ഞാൻ 2009 എടുക്കുന്നില്ല, 2014-19 നടത്തിയത്. ഇനി 2019-24 തയ്യാറായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് റാൻഡമായിട്ട് ചോദിച്ചാൽ, ഉദാഹരണത്തിന് പത്തനാപുരത്ത് റബ്ബർ പാർക്ക് നടന്നോ? ഇന്നലെ താങ്കൾ മാവേലിക്കരയിൽ അതിന് കുരുക്ഷേത്രം നടത്തിയപ്പോൾ ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനവും കൊണ്ടുവന്നില്ലെന്ന് ഒരു ഡിവൈഎഫ്ഐയുടെ നേതാവ്. എന്നാൽ ഈ റബ്ബർ പാർക്ക് പത്തനാപുരത്ത് കിൻഫ്രയില് 70 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ട് റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ഒരു പാർക്ക് അവിടെ സ്ഥാപിച്ചു. SC കോടതി ഈ പാർക്കിന്റെ കാര്യം 1500 പേർക്ക് നേരിട്ട് ജോലി ലഭിക്കുന്നതും 2000 പേർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് കയറ്റി ഇറക്കാതെ ഇത് മറ്റവർക്ക് പെർമനന്റ്, മറ്റേതാ ലോഡിങ് അൺലോഡിങ് ആയിട്ട് 2000 പേർക്ക് തൊഴിൽ കിട്ടുന്നതാണ് റബ്ബർ പാർക്ക്. എറണാകുളം ജില്ലയിലെ ഐരാപുരത്ത് ഒരു റബ്ബർ പാർക്കുണ്ട്. അതിന് സമാനമായ മറ്റൊരു ഇത് കോമേഴ്സ് ആൻഡ് വാണിജ്യ ഇൻഡസ്ട്രി മിനിസ്റ്റർ, കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലാണ്. റബ്ബർ ബോർഡാണ് ഇത് ചെയ്യുന്നത്. റബ്ബർ ബലൂൺ, റബ്ബർ ബെഡ്ഷീറ്റ്, ടയർ, ഇങ്ങനെയുള്ള റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ നടത്താൻ താല്പര്യമുള്ള വ്യവസായികൾക്ക് സ്ഥലം കൊടുക്കുന്നു, ലീസിന് വൈദ്യുതി കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, റോഡ് സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അവർ വന്ന് ഇൻഡസ്ട്രി തുടങ്ങിയാൽ മതി. അതാണ് പത്തനാപുരത്ത് റെഡി ആയി കഴിഞ്ഞു. സംഭവം നടന്നു. ഇനി SC കോടതി, അതായത് പട്ടികജാതി പട്ടികവർഗ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ അതിൽ കൂടുതലും വരുന്ന ഈ കൊല്ലം ജില്ലയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു പട്ടികവർഗക്കായി മാത്രമായി എക്സ്ക്ലൂസീവായ ഒരു കോടതി ഇവിടെ തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കൊട്ടാരക്കരയിൽ SC കോടതി വന്നിരിക്കുന്നത്. നോക്കൂ, അപ്പം നമുക്ക് എണ്ണിപ്പറയാവുന്ന വികസന പദ്ധതികൾ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് തുടർച്ചയായിട്ടിരിക്കുന്ന ഘട്ടത്തിലും മാറ്റങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് കുപ്രചരണമാണ്. തീർച്ചയായിട്ടും. ഞാൻ 2 വർഷക്കാലം മൻമോഹൻ സിംഗിൻ്റെ 2ാം UPയുടെ അവസാന കാലത്ത് ഞാൻ മന്ത്രിയായിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, ESI മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കിയ ഞാനാണ്. അതുപോലെ തന്നെ നിങ്ങൾ മാധ്യമങ്ങൾ, ഞാൻ 2012 മുതൽ 14 വരെ ആണ് UP ഗവൺമെൻറ് മന്ത്രി. ഇവിടുത്തെ മാധ്യമങ്ങളുടെ അഡ്വർടൈസ്മെൻ്റ് എടുത്താൽ മതി. ഞാനിവിടെ ഉദ്ഘാടനം ചെയ്ത ESI PF പരിപാടി ഒരു പത്രത്തിൽ കുറഞ്ഞത് ഒരു 2 കോടി അല്ലെങ്കിൽ ഒരു 2 കോടി 5 കോടി വരെ അഡ്വർടൈസ്മെൻറ്റ്, ഫുൾ പേജ് പരസ്യങ്ങളാണ്. മനോരമ മാതൃഭൂമിയിലേക്ക് അഡ്വർടൈസ്മെൻറ്റിൻ്റെ അത് മാത്രം എടുത്ത് നോക്കിയാൽ മതി. എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഒരു 5000 കോടി രൂപയാണ് ESI PFലൂടെ കേരളത്തിൽ ഞാൻ കൊണ്ടുവന്നത്. കേരളത്തിന് പ്രധാനപ്പെട്ട കണക്കാണ് 5000. ഞാൻ ഈ MP ഫണ്ട് ചെലവഴിച്ചില്ല എന്നതാണ് ഇന്നലെ കേട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം. അരുൺ, നിങ്ങളതൊരു കാര്യം മനസ്സിലാക്കാം. ഞാൻ ഇന്നലെ കേരളത്തിലെ 20 MPമാർ ലോക്സഭയിലും 9 പേര് രാജ്യസഭയിലും. ഈ MPമാരെ പരിശോധിച്ച് നോക്കുമ്പോൾ MP ഫണ്ട് 1991 നരസിംഹറാവുവിന്റെ ഗവൺമെന്റാണ് MPമാർക്ക് അവരുടെ മണ്ഡലത്തിൽ വികസനത്തിൽ ഇടപെടാൻ വേണ്ടി 1 കോടി രൂപ അനുവദിക്കുന്നത്. അന്ന് മുതൽ MP ഫണ്ട് ചെലവാക്കുന്ന ഒരാളാണ്. MP ഫണ്ടിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഇംപ്ലിമെന്റേഷനിൽ ഒരു MPമാരും ഇന്ന് അങ്ങനെയില്ല. 91 മുതൽ തുടർച്ചയായി MP ഫണ്ടിന്റെ ഇംപ്ലിമെന്റേഷനിൽ പങ്കുവഹിക്കുന്ന ആളാണ്. ഒരു MP ഫണ്ട് എങ്ങനെ ചെലവഴിക്കണമെന്നും അതെങ്ങനെ അതിന്റെ ഗുണഭോക്താക്കളെ എത്തിക്കുന്നത് നന്നായി അറിയാവുന്ന ഒരാളാണ്. എന്നെ ആരും പഠിപ്പിക്കേണ്ട. ഞാൻ 1991 മുതൽ ഇന്നത്തെ MPമാരെല്ലാം പുതിയ ആളുകളാണ്. 1990 എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഫേക്ക് വാർത്തയാണ്. ഇത് ആരോ ആസൂത്രിതമായി
മാതൃഭൂമിയുടെ ഒരു റിപ്പോർട്ടറെ സ്വാധീനിച്ച് വരുത്തിയ വാർത്തയാണ്. അപ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു ഇന്ന് ആരോപണമാണ്. മാതൃഭൂമിയെ തിരുത്തിയിട്ടുണ്ട്. അത് വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്നു താങ്കൾക്കെതിരെ. അതെ, ഇന്ന് മാതൃഭൂമി തിരുത്തിയിട്ടുണ്ട്. ഇന്ന് മാതൃഭൂമി എന്താണ് എന്റെ അച്ചീവ്മെന്റ് 102%. ഓ ശരി. 102%. 17 കോടിയിൽ 17 കോടിയിൽ നോക്കൂ, 17 കോടി അനുവദിച്ചു. അതുകൂടാതെ ഡിസ്ട്രിബ്യൂഷനായിട്ട് 472 ലക്ഷം വന്നു. 4.72 അതെ, ഇൻട്രസ്റ്റ് 39.12 കോടി വന്നു. ടോട്ടൽ 20 കോടിക്ക് പുറത്ത് വന്നിട്ടുണ്ട്. വേറെ ഉണ്ട്. അതെ, SC ഇതിനെല്ലാം കണക്ക് രേഖകളുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം കളക്ടറേറ്റ് എന്നുള്ള രേഖകളാണ്. ആർക്കും ഇത് പരിശോധിക്കാം. അപ്പൊ അതിന് ചെലവാക്കാനായിട്ട് അതിനകത്ത് വലിയ പൈസ ബാക്കിയില്ല. ഇല്ല, ഒരു പൈസയില്ല. എല്ലാ ഫണ്ടും തികഞ്ഞിട്ടില്ല. ഇപ്പൊ സ്പിൽ ഓവറായി നിൽക്കുകയാണ്. കൊടുത്ത വർക്കുകൾക്ക് പണം തികയാത്തത് കൊണ്ട് അത് സ്പിൽ ഓവറായി അവിടെ കിടക്കുകയാണ്. ഇനി അടുത്ത പ്രാവശ്യം MB ആയി വന്നാൽ ഫണ്ട് കിട്ടുമ്പോൾ ഇത് ചെയ്യാം എന്ന് ഈ വർക്കുകൾ ആവശ്യപ്പെട്ടവർക്ക്, ഈ പ്രവൃത്തികൾ ആവശ്യപ്പെട്ടവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ അതിന്റെ ഒരു ഇത് പറയാം. എൻ്റെ കറക്റ്റ് കണക്കുണ്ട്. എൻ്റെ പാർലമെന്റ് മണ്ഡലം 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ്. കുട്ടനാട് ഉൾപ്പെടെയുള്ള അവിടെ കുട്ടനാടിന്റെ ഭൂമിശാസ്ത്രമായി പ്രത്യേകം അറിയാം. അപ്പോൾ മറ്റ് MPമാർക്ക് MB ഫണ്ട് വേഗത്തിൽ ചെലവഴിക്കുമ്പോൾ എനിക്ക് ചെലവഴിക്കാൻ പറ്റില്ല. 3 കളക്ടറേറ്റുകളിലെ ജില്ലാ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ, അത് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റം, പ്രമോഷൻ, പല പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അപ്പോൾ അതിൻ്റെതായ ഡിലേ ഉണ്ടാവും. പിന്നെ കുട്ടനാട് പോലുള്ള ഒരു നിയോജകമണ്ഡലത്തിലെ MB ഫണ്ട് ഏത് വർക്കായിരുന്നാലും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല, സാവകാശം എടുക്കും. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോഴാണ് നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ ഡിലേ വരുന്നത്. എന്നാൽ ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എങ്ങനെ, നമ്മൾ എല്ലാ വർക്കുകളും ഒന്നുകിൽ ഉദ്ഘാടനം ചെയ്യുകയോ പൂർത്തീകരിച്ചത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ എക്സ്പെൻഡിച്ചർ കാണിക്കുന്നത് ഇവിടെ നിന്ന് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഇത് ചെലവഴിച്ച തുകയുടെ ബില്ല് എവിടെ ചെല്ലണം? ജില്ലാ കളക്ടറേറ്റ് ചെല്ലണം. 3 ജില്ലാ കളക്ടറേറ്റ് ചെല്ലണം. 3 ജില്ലകളുടെ ഫിനാൻസ് ഓഫീസർമാർ ഈ ബില്ല് ചെക്ക് ചെയ്തിട്ട് ഇത് കളക്ടർക്ക് അപ്രൂവൽ ഇടാം. ആയിരക്കണക്കിന് ഫയലുകളായിരിക്കും കളക്ടറെ മുന്നിൽ ചെല്ലുന്നത്, അതിൻ്റെ കൂട്ടിലാണ് MBയിൽ നിന്ന്. അപ്പോൾ കളക്ടറിൽ നിന്ന് ഒപ്പിട്ട് വരാൻ 2 മാസം 3 മാസം പിടിക്കും. അങ്ങനെ ആ ഒപ്പിട്ട് ആ ചെക്ക് കൊണ്ടുവന്ന് ഈ പ്രവൃത്തി ചെയ്ത കരാറുകാരൻ ബാങ്കിൽ കൊണ്ട് കൊടുക്കുമ്പോഴാണ് അത് മാറുന്നത്. അപ്പോഴാണ് ഡൽഹിയിലെ മിനിസ്ട്രി ഓഫ് കാണിക്കുന്നത്. അത്രയും ഡിലേ ഉണ്ട്. അതാണ് ഇവിടെ എടുത്ത് കാണിച്ചത്. എന്നാൽ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയ ഈ 20 കോടിക്കും അപ്പുറത്തേക്ക്, അതായത് അനുവദിച്ച് കിട്ടിയ 17ഉം പലിശയും എല്ലാം കൂടി ചേർത്ത് 20 കോടിയിലധികം രൂപ മണ്ഡലത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്തു കഴിഞ്ഞു. വർക്ക് പൂർത്തിയാക്കിയതുകൊണ്ട് പ്രോഗ്രസ് ഉണ്ട്, വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് നടക്കുകയാണ്. ഇവിടെ നവകേരള സദസ്സ് വന്നപ്പോൾ അരുണിന് അറിയാമെന്ന് എനിക്കറിയില്ല, എല്ലാ സംവിധാനങ്ങളും കളക്ടറേറ്റുകൾ, അതുപോലെ തന്നെ ബ്ലോക്കുകൾ, ഗ്രാമപഞ്ചായത്ത് എല്ലാം സ്തംഭിച്ചിട്ട് കഴിഞ്ഞ 3 മാസക്കാലം തുടർച്ചയായിട്ട് നവകേരള സദസ്സിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് സംസ്ഥാനം. അതുകൊണ്ട് തന്നെ ആ ഫണ്ട് യൂട്ടിലൈസേഷൻ ചിലപ്പോൾ തടസ്സം നേരിട്ടേക്കാം. ഇതൊക്കെയാണ് റിയാലിറ്റി. ഇതൊന്നും അറിയാതെ ഞാൻ മാവേലി ഗ്രോസ് മൊത്തം പ്രൊപ്പോസൽ 437 വർക്ക്, അതിൽ വർക്ക് സാങ്ഷൻ 106, കംപ്ലീറ്റ് 130 കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 176 വർക്കുകൾ നടന്നുകൊണ്ടിരിക്കും. അതായത് മൊത്തം 437 പ്രോജക്റ്റുകൾ, വിവിധ പ്രോജക്റ്റുകൾ, ചെറുതും വലുതുമായ. അത് റോഡുണ്ട്, ലൈറ്റുകളുണ്ട്, അംഗൻവാടികളുണ്ട്, സ്മാർട്ട് ക്ലാസ് റൂമുകളുണ്ട്. എണ്ണം പറഞ്ഞു തന്നെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത്. അപ്പോൾ ഒരു താങ്കൾക്കെതിരെ ഒരു കുപ്രചരണം നടക്കുന്നു, ഫണ്ട് വിനിയോഗിച്ചില്ല തുടങ്ങിയ രീതിയിലുള്ള ഒരു കുപ്രചരണം നടക്കുന്നത് ആസൂത്രിതമാണെന്നൊരു ആരോപണമുണ്ട്. ആസൂത്രിതമാണ്. ആ മാതൃഭൂമിയിലെ അവസാനത്തെ ഒരു സെന്റൻസ് വന്ന അത് ഉടൻ തന്നെ LDFന്റെ സൈബർ ഇടങ്ങളിൽ ഉടൻ തന്നെ അത് വ്യാപിക്കുകയും അവരെനിക്കെതിരെ അത് അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു 1990 MB ഫണ്ട് ഓരോ 3 മാസം നിങ്ങൾ കൊല്ലം കളക്ടറേറ്റ് MB ഫണ്ടിന്റെ എന്റെ നോഡൽ ഓഫീസർ 3 ജില്ലകളാണല്ലോ ഉള്ളത്. അതിൽ ഒരു ജില്ല നോഡൽ ഓഫീസറായിട്ട് എടുക്കാം. ഞാൻ കൊല്ലം ജില്ലയെ നോഡൽ ഓഫീസറായിട്ട് എടുത്തിരിക്കുന്നത്. ആ കൊല്ലം ജില്ലയിലെ നോഡൽ ഓഫീസർ ജില്ലാ കളക്ടറാണ്. കളക്ടറേറ്റ് എല്ലാ ഫയലും ഓരോ 3 മാസം കൂടുമ്പോഴും റിവ്യൂ ചെയ്യാറുണ്ട്. വർക്കിന്റെ പ്രോഗ്രസ് റിവ്യൂ ചെയ്യാറുണ്ട്. വർക്ക് ഡിലേ ആണെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് ഇടപെടും. ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിക്കും, കരാറുകാരുമായിട്ട് സംസാരിക്കും. ഇപ്പോൾ ഉദ്ഘാടനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്.